എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ കുഞ്ഞമ്പിള്ള സാറിനെ പറ്റി പറയേണ്ടതൊക്കെ ഇതിനേക്കാൾ ഭംഗിയായി മറ്റാർക്കും പറയാൻ സാധിക്കുകയില്ല. അതെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ഡോക്ടറുടെ പ്രഭാഷണം കൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സാർ പറഞ്ഞതുപോലെ ഞാൻ വാസ്തവത്തിലൊരു അനുസ്മരണ പ്രഭാഷണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെപ്പറ്റിയല്ല അധികം അനുസ്മരിക്കേണ്ടത് എന്ന് എനിക്കറിയാം. അതൊക്കെ ഇവിടെ ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞു. എങ്കിലും ഞാനൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. മറ്റൊന്നുമല്ലത്, അത് കേരളത്തിൻ്റെ ഇപ്പോൾ വൈജ്ഞാനിക മേഖലയുടെ അല്ലെങ്കിൽ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ പ്രതിസന്ധികളെപ്പറ്റി മാത്രം നമുക്ക് ഒന്ന് സാമാന്യമായി ചിന്തിച്ച് പിരിയാം എന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്പിള്ള സാറിൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന അല്ലെങ്കിൽ തുടിച്ചു നിൽക്കുന്ന ഒരു സായാഹ്നത്തിൽ അതല്ലാതെ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കുഞ്ഞമ്പിള്ള സാറ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ, ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ സാഹിത്യത്തിനോടും ഭാഷയോടുമൊക്കെ കുറച്ച് താല്പര്യമുള്ള വ്യക്തികൾ എന്നൊക്കെയുള്ള നിലയ്ക്ക് സാറിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. നമ്മളെക്കാളും വൈജ്ഞാനികമായി ധൈഷണികമായി വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പക്ഷേ ഒരിക്കലും നമ്മൾ അത്രയൊന്നും എത്തിച്ചേരുകയില്ല അറിവിൻ്റെ കാര്യത്തിൽ എന്ന് ഉള്ള വിചാരത്തോടു കൂടി നമ്മളൊരു ദീപശിഖയോ അല്ലെങ്കിൽ ഒരു ദീപഗോപുരത്തെ ഒരു ലൈറ്റ് ഹൗസിനെ നോക്കിക്കാണുന്നത് പോലെ ദൂരെ നിന്ന് അത്ഭുതാദരങ്ങളോടുകൂടി മാത്രം സാറിനെ കണ്ടിട്ടുള്ള കുട്ടികളാണ്. ഒരു കുട്ടിയെ ഞാനിപ്പോൾ എന്നിൽ കാണുകയാണ് ആദ്യകാലത്ത്. കുഞ്ഞമ്പിള്ള സാറെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത അത്രയും പാണ്ഡിത്യത്തോടു കൂടി നിൽക്കുന്ന, എന്നാൽ അതേസമയം അങ്ങേയറ്റം വാത്സല്യത്തോടു കൂടി നമ്മളോടൊക്കെ ഇടപെടുന്നവരാണ്. പിന്നീട് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തുള്ള ഒരു പെർസെപ്ഷനാണ്, ധാരണയാണ് പറയുന്നത്. പിന്നീട് ഞാൻ സർവീസിൽ കയറി. സാറ് പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായി. ടി.എം. ജേക്കബ് ഞങ്ങൾ സതീർത്ഥരാണെന്ന് പറഞ്ഞുകൂടെ, എൻ്റെ ഒരു വർഷം സീനിയറാണ്. ഒരേ കോളേജിൽ സാറ് രണ്ടുപേരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടി.എം. ജേക്കബ് മന്ത്രിയും ഞാൻ സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടറിയുമായി. ഞാനന്ന് ജൂനിയർ സെക്രട്ടറിയാണ്. ബാബു പോൾ സാർ എൻ്റെ മുകളിൽ കമ്മീഷണർ ആൻഡ് സെക്രട്ടറി വന്നു. ഇതിപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന അന്ന് കമ്മീഷണർ ആൻഡ് സെക്രട്ടറിയാണ് സാറുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കണം. അത് ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിന് പുരസ്കാരം കൊടുക്കുക എന്നുള്ളതാണ് അന്നത്തെ എൻ്റെ മുമ്പിൽ വന്ന ഒരു വിഷയം. അത് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ ചട്ടവട്ടങ്ങളൊക്കെ എന്താണ്, അങ്ങനെ ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ജൂറി ഉണ്ടാക്കി. അന്ന് ഡോക്ടർ കെ എം ജോർജ് സാറാണ് ജൂറി ചെയർമാൻ. ഇപ്പോൾ വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാർക്ക്, പണ്ഡിതന്മാർക്ക്, ഈ സർഗാത്മക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അത്രയും അംഗീകാരമോ പുരസ്കാരങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് വരുമ്പോഴത്തേക്ക് കവിതയ്ക്കും നോവലിനൊക്കെ നമ്മൾ അവാർഡ് കൊടുത്തു വിടുന്നു. എന്നാൽ ഭാഷയ്ക്ക് വേണ്ടിയും സാഹിത്യത്തിന് വേണ്ടിയും ചരിത്രത്തിന് വേണ്ടിയും ഒക്കെ എത്ര നിഷ്ണാതമായി പ്രവർത്തിക്കുന്ന ആളുകളെ സ്റ്റേറ്റ് എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയിലാണ് ഇത് വന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇടയ്ക്ക് ഞാൻ ചെന്ന് കയറിയ സമയത്താണ് ഇതിങ്ങനെ വരുന്നത്, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഫയലിൽ വളരെ രസമായിരുന്നു. ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട്. ആളുകൾക്ക് ഇത് കൊടുക്കാനല്ല, ഇതിൻ്റെ ഈ അവാർഡിൻ്റെ പേരെന്തെന്നുള്ളത്. അത് ഈ കേരളത്തിനൊരു സൂക്കേടുണ്ട് കേട്ടോ. ഈ ശ്രീ ചേർത്താൽ എല്ലാം ഗംഭീരമായതാണ്. ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറയും പോലെ കേരളശ്രീ, മലയാളശ്രീ, കൈരളി ശ്രീ. ഞാനപ്പോൾ തന്നെ വെട്ടി എന്ന് പറഞ്ഞാൽ ഇവർ ഈ ശ്രീയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമുക്ക് മധ്യപ്രദേശിലെ കാളിദാസ സമ്മാനമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു സംസ്ഥാനം ഒരു സ്കോളറെ ആദരിക്കുകയാണ് എങ്കിൽ അത് മലയാളത്തിൻ്റെ ഭാഷാപിതാവിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം ആ അവാർഡ്. അതുകൊണ്ട് ഇതിന് എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ ബാബുപോൾ സാറിനെ കൊണ്ടുപോയി പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് എഴുതുമ്പോൾ സാർ വെട്ടരുത്, ഇതാണ് എൻ്റെ കറക്റ്റ്. എൻ്റെ ടെക്നിക്ക് അതാണ് കേട്ടോ. വെട്ടാൻ സാധ്യതയുള്ളവനെ ആദ്യമേ വെട്ടണം, നമ്മളെ പക്ഷത്താക്കണം. സാറേ ഇത് വെട്ടിക്കളയരുത് കേട്ടോ, ഇതല്ലാതെ ഒരു പേര് പാടില്ല. എഴുത്തച്ഛൻ്റെ മറികടന്ന് ഇവിടെ പോകാനുള്ള ഒരാളുണ്ടോ? ഇല്ലല്ല, അത് നീ അയച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അയക്കുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ എഴുതിയിട്ടുള്ള 4 വരിയുണ്ട്. എന്താണ് കഥാശേഷവുജ്വൽക്ക് നിന്ന് കഥ എന്താണ് വരികാരോമലേ കഥാശേഷവുജ്വല മറന്നുപോയി. നല്ല വരികളാണ്. അപ്പോൾ ഞാൻ രാമായണമൊക്കെ വായിച്ചിട്ട് കൃത്യമായിട്ട് ഒരു ദുസ്സൂചനയൊന്നും വരാത്ത രീതിയിൽ അതിനകത്ത് കാരണം നല്ല ഒരു പ്ലസൻ്റായിരിക്കണം. മറന്നു വരും, തീരുന്നതിനും പുറമെ വരും. അവസാനം ഇങ്ങനെയാണ്, വരികാരോമലേ കഥാശേഷവും ജ്വൽകന്നി എന്നാണ്. അതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കാനായെ കൊണ്ട് നമ്മൾ ശില്പം ചെയ്തു. അത് വലിയ സന്തോഷമായിരുന്നു. അത്
ആർക്കാണ് കൊടുക്കുന്നതെന്നുള്ള ജൂറിയൊക്കെ വെച്ചെങ്കിലും നേരത്തെ ഇറ്റ് ഈസ് ഡിസൈഡഡ് ഇത് സാറിനുള്ള അവാർഡാണ്, ഇത് കുഞ്ഞമ്പിള്ള സാറിനുള്ള അവാർഡാണ്. എല്ലാ വർഷവും സാറ് പറഞ്ഞതുപോലെ ഇത് കൃത്യമായി കൊടുത്തോളണമെന്നൊരു നിർബന്ധമില്ല. അർഹിക്കുന്ന ആളുകൾ അവഗണിക്കപ്പെട്ടു പോകരുത് എന്ന് ഗവൺമെൻറ്റിന് നിശ്ചയമുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി. പിന്നീട് എന്താണ് പറ്റിയത് അത് അവിടെ പോയി സാറിനത് കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതൊക്കെ വലിയ സന്തോഷമാണ്. സാറിൻ്റെ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം, ദ മോർ ലേണഡ് യു ആർ ദ മോർ ഹംബിൾ യു ബിക്കം എന്ന് നമ്മൾ പറയില്ലേ. എത്രത്തോളം നമുക്ക് തലയെത്ര ഉയർന്നാലും തറയിൽ കാലുറയ്ക്കണം എന്നുള്ളവർ പറയുന്നത് പോലെ ഈ ഫലവൃക്ഷങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഒരു ശിഖരം കുനിഞ്ഞു വരുന്നത് താണു വരുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭാവഹാവാദികളൊക്കെ ഞാൻ ശ്രദ്ധിക്കരുത്. കറഞ്ഞ ഉടനെ ലൈക്ക് എ ചൈൽഡ്, ഒരു ശിശു സഹജമായ ഇന്നസെൻസോട് കൂടിയിട്ടാണ് സാറ് അത് സ്വീകരിച്ചത്. ഞാനത് മാറി ചെയ്ത് നോക്കുകയാണ്. കാരണം ബാബുപോൾ സാറുണ്ട്, ഞാൻ സെക്കൻഡ് ഇൻ കമാൻഡാണല്ലോ, അതുകൊണ്ട് ഞാനിത്തിരി മാറി ചെയ്ത് നോക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ള, അതാണ് അറിവിൽ നിന്നും പാണ്ഡിത്യത്തിൽ നിന്നും വരുന്ന ഒരു നിഷ്കളങ്കത. അതാണ് എനിക്ക് തോന്നുന്നത് സാറിനെ കാണുമ്പോഴൊക്കെ നിഷ്കളങ്കമായ ചിരിയാണ്, നിഷ്കളങ്കതയാണ്. കാരണം ഈ കളങ്കം ആർക്കാണ് വേണ്ടത്? ആത്മധൈര്യമില്ലാത്തവനാണല്ലോ കളങ്കം വേണ്ടത്. കാരണം കളങ്കം കൊണ്ടല്ലേ മറ്റവനെ വെട്ടാൻ പറ്റും. മനസ്സിലായില്ലേ? സാറിന് അങ്ങനെയൊന്നുമില്ലല്ലോ. നിഷ്കളങ്കതയാണ് പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണമാണ്. യഥാർത്ഥത്തിലുള്ള പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം നിഷ്കളങ്കതയാണ് എന്ന് ഞാൻ പറയും. അത് നമ്മളിൽ ഒരാളിൽ കേരളത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ അത് സാറിൽ തന്നെയാണ്. പിന്നെ സാറി പറഞ്ഞ പോലെ, ഓണക്കൂർ സാർ പറഞ്ഞ പോലെ ഈ നിഷ്കളങ്കത പണിക്കർ സാറിൽ കുറേയൊക്കെ കാണാം, അയ്യപ്പ പണിക്കർ സാറിൽ കുറേയൊക്കെ ഈ നിഷ്കളങ്കത കാണാം. ഒന്നും ഒരു ബോധേടല്ല, അത് ഫലിതത്തിൽ പൊതിഞ്ഞ് കുറച്ചുകൂടെ വേറെ തരത്തിലാണ്. അപ്പോൾ അങ്ങനെയാണ് സാറിനെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രയും പണ്ഡിതനായ ഒരു മനുഷ്യൻ, ഒരു സ്കോളർഷിപ്പ് ഇത്രയുള്ള ഒരാൾ എത്ര വിനയത്തോടു കൂടി ഒരു നിഷ്കളങ്കതയോടുകൂടി പെരുമാറുന്നു എന്നുള്ളത് ദൂരെ നിന്ന് വലിയ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിക്കണ്ട ആളാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം അതിനെ കൊടുക്കാൻ സാധിച്ചു. പിന്നീട് ഈ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിൻ്റെ സ്റ്റേച്ചറുള്ള ആളുകൾ പിന്നെ പതുക്കെ നിഷ്ക്രമിച്ചതോടുകൂടി ഈ അവാർഡ് നിലനിൽക്കണമെങ്കിൽ നമുക്ക് സർഗാത്മക സാഹിത്യകാരന്മാർക്കും മലയാളത്തിൽ സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് കൊടുക്കാം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ അവാർഡ് നിന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും അല്ല, അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം. നമ്മളിത് ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്താണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ശൂരനാട് കുഞ്ഞമ്പിള്ള സാറ് എന്തിൻ്റെ പ്രതിനിധിയാണ്? അദ്ദേഹം എന്തിൻ്റെ പ്രാതിനിധ്യമാണ് വഹിക്കുന്നത്? അദ്ദേഹം എന്തിനെ സിംബലൈസ് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല. അദ്ദേഹം എന്തെല്ലാം മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്തിരുന്നുവോ ആ മൂല്യങ്ങളിലേക്ക് നമ്മൾ പ്രത്യാനയിക്കപ്പെടണം. അതാണ് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ആദരം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം ഏതെല്ലാം മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്തിരുന്നുവോ, എന്തെല്ലാം മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്നുവോ, മറ്റൊന്നും ഓർക്കാതെ എന്തിനു വേണ്ടി അദ്ദേഹം ഈ അധ്വാനിച്ചുവോ ആ ഒരു മൂല്യബോധത്തിലേക്ക് എൻ്റെ നാട് ഉണരണമേ എന്ന് ടാഗോർ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തെ ഉണർത്താൻ ശൂരനാട് കുഞ്ഞമ്പിള്ളയുടെ ഓർമ്മ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളുടെ, ഈ ഓർമ്മ ചടങ്ങുകളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഗൃഹാതുരത്വത്തോടു കൂടി നമ്മുടെ ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഒരാളെ ഓർക്കുക, അത് ആവശ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന ചിന്തയാണ് എന്നെക്കൊണ്ട് ഈ ഒരു വിഷയം, അതായത് നമ്മുടെ വൈജ്ഞാനിക മേഖലയിലെ പ്രതിസന്ധികൾ എന്ന ഒരു വിഷയം, വലിയ വിഷയമാണ് കേട്ടോ. ഞാനതിലേക്കൊന്നും ഒരുപാട് കടക്കുന്നില്ല, ബുള്ളറ്റ് പോയിൻറ്റ്സിലെ സംസാരിക്കുന്നുള്ളൂ. ഈ ഒരു വിഷയം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇപ്പോൾ മാത്രമല്ല. ഞാനിപ്പോൾ പ്രസാദ് പോയിരിക്കുന്ന സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ട് വൈസ് ചാൻസലറായി 5 വർഷം ഇരുന്നപ്പോൾ പിന്നെ ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാനും അധ്യാപകരാകാൻ ഇൻ്റർവ്യൂ ചെയ്യാനും അവരുടെ ഗവേഷണ പ്രബന്ധങ്ങളിലൂടെ ഇങ്ങനെ പെട്ടെന്നൊക്കെ കടന്നു പോകാനും ഒക്കെ സാധിച്ചപ്പോൾ ഒരു ഗവേഷണ പ്രബന്ധം പൂർത്തിയാകാതെ ഇനിയും ഡോക്ടറായിട്ടില്ലാത്ത ഞാൻ കുറച്ചു കാലം റിസർച്ച് ചെയ്ത് കേട്ടോ TS എലിയട്ടിൽ, പൂർത്തിയായില്ല. പക്ഷേ അതിനകത്ത് എനിക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷമുണ്ട്. ചില പ്രബന്ധങ്ങൾ, ഈ PhD പ്രബന്ധങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലൊരു പ്രബന്ധം എഴുതി ഡോക്ടറാവേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. കാരണം അവസാനം ഫൈൻഡിങ്സ് എന്നൊരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, ഫൈൻഡിങ്സ് ഉണ്ട്. ആ പേജ് നോക്കി കഴിയുമ്പം ഇത്രയും കണ്ടുപിടിക്കാനാണോ താൻ 4.5 വർഷം മെനക്കെട്ടത് എന്ന് ഇത് നമുക്ക് പണ്ടേ അറിയാമെന്നുള്ള കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പ്രബന്ധങ്ങൾ ഈ അധ്യാപക വന്നവർക്ക് യശപ്രാർത്ഥികൾ ആയിട്ട് വന്നവരുടെ പ്രബന്ധം പരിശോധിച്ചപ്പോൾ എനിക്ക് ആകെ ഒരു ആശ്വാസം ഉണ്ടായത് PhD കിട്ടാത്തതിലാണ്. അപ്പോൾ അക്കാദമിക് ഗവേഷണം, യൂണിവേഴ്സിറ്റി ഗവേഷണം നമ്മുടെ വൈജ്ഞാനിക ശാഖകളുടെ നിലവാരം ഉയർത്തുന്നുണ്ടോ, പുതിയ ജ്ഞാനോൽപാദനത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നുണ്ടോ, നമ്മൾ മറന്നു കിടന്ന കാര്യങ്ങളുടെ ആത്മസത്തയിലേക്ക് കൊണ്ടുപോകാനും അത് അനാവരണം ചെയ്യാനും എല്ലാമുള്ള
ഒരു വൈജ്ഞാനികമായ തൃഷ്ണ ഇവിടെ ഉണ്ടോ? അതാണല്ലോ ഒരു 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 സ്കോളർ ചെയ്യേണ്ടത്. എന്താണ്? അവഗണിക്കപ്പെട്ട് കിടന്നതിനകത്ത് അവഗണിക്കാൻ പാടില്ലാത്ത സത്തയുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നിടത്താണല്ലോ. അദ്ദേഹത്തിൻ്റെ ധിഷണ കൊണ്ടുള്ള ആ പ്രകാശം, ആ ഒരു പ്രകാശം അവിടെ ചെന്നിട്ട് നമുക്കിത് കാണിച്ചു തരണം. ഇതാരും അറിഞ്ഞിരുന്നില്ല, ഇതാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ സത്ത. അങ്ങനെയാണല്ലോ അറിവ് പുതിയ പുതിയ പിന്നെ മേഖലകളിലേക്ക് കടക്കുന്നത്. അങ്ങനെ എത്ര അറിവുകളാണ് സാറ് നമുക്ക് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ ചരിത്രത്തിലേക്ക് ഉള്ള ഒരു താല്പര്യം വന്നത് സ്വാഭാവികം. അത് ഇത്തരത്തിലുള്ള മനസ്സുകൾക്ക് അതുണ്ടാകും. കാരണം ചരിത്രത്തിലൂടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത്. ഈ ആർക്കിയോളജി ആണെങ്കിലും ചരിത്രമാണെങ്കിലും. ഞാൻ ഈ കുഞ്ഞമ്പിള്ള സാറിൻ്റെ മനസ്സിങ്ങനെ ചിന്തിക്കുകയാണ്. കവിതയിൽ തുടങ്ങി നോവൽ എഴുതി, പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി, പിന്നെ മലയാള സാഹിത്യം പിന്നെയാണ്. കാരണം അത് എപ്പോഴും പഠിക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നി. മലയാള സാഹിത്യം എപ്പോഴും പഠിക്കാം. സംസ്കൃതം ആദ്യം, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ നമ്മുടെ തട്ടകത്തിലൊന്ന് മലയാളവും പഠിച്ചു. അപ്പോൾ ചങ്ങമ്പുഴ പോലും പ്രശംസിച്ച കവിത എന്നാണിപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അപാരമായിട്ടുള്ള കവിത്വം, അതിനേക്കാൾ കൂടുതൽ സ്കോളർഷിപ്പ്, അതിനേക്കാൾ കൂടുതൽ ഈ വിജ്ഞാനം ആർജിക്കാനുള്ള ഒരിക്കലും തൃഷ്ണ പറ്റാത്ത മനസ്സ്, പിന്നെ ആരോടും പകയില്ലാതെ, ബയസില്ലാതെ. അതാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സ്കോളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒറ്റ കണ്ണേ ഉള്ളൂ, അതാണ് കുഴപ്പം. ഒരു കണ്ണുകൊണ്ടേ കാണുള്ളൂ. രണ്ട് കണ്ണും കൂടെ കണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കണ്ണ് മറച്ചു വെച്ച് നോക്കിയാൽ പിന്നെ വലിയ കുഴപ്പമാണ്. രണ്ട് കണ്ണുകൊണ്ട് കാണണം. ഒരു സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ നമ്മൾ പറയാവുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്കോളേഴ്സിനെ, ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ നമ്മൾ സ്ഥിതപ്രജ്ഞൻ എന്ന് അർത്ഥം അതാണ്. ദേ ആർ നോട്ട് ബയസ്ഡ്. അവർക്ക് പ്രത്യേകിച്ച് ഇന്നാരെ പറ്റി നല്ലത് പറയണം, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മറ്റവൻ ആളായി പോകുമല്ലോ, അതുകൊണ്ടത് പറയാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഈ കൊച്ചു മനസ്സുകളും പാണ്ഡിത്യവും കൂടി എങ്ങനെ സഹവസിക്കുന്നു എന്ന് യൂണിവേഴ്സിറ്റിയിലെ ചില പ്രൊഫസർമാരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാള യൂണിവേഴ്സിറ്റിയിലല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ, ഇപ്പോഴല്ല, കുറച്ച് കാലത്തിന് മുമ്പ്. കാരണം ഞാൻ ഇവിടെ ലൈബ്രറിയിലൊക്കെ റിസർച്ച് ചെയ്യാനും പിന്നീട് IAS തയ്യാറാകുമ്പോഴൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓരോരുത്തർ വന്ന് കഥ പറയും, എല്ലാവരും കൂടെ മുകളിൽ കൂടുമ്പോൾ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും അന്ന് പ്രൊഫസറും റീഡറുമാണ്, ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറാണല്ലോ. മിക്കവാറും പ്രൊഫസറും ഈ അസോസിയേറ്റ് പ്രൊഫസർ തമ്മിൽ അടിയായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ വേറെകളായിട്ട് അലൈൻ ചെയ്തിട്ട് പല അച്ചുതണ്ടുകൾ ഉണ്ടാക്കുക. ഇതെല്ലാം കാര്യമുണ്ട്. അപ്പോൾ വേറെ പണിയില്ലഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. അവനവന് ചെയ്യാനുള്ള, റിസർച്ച് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഗവേഷണം ചെയ്യാനുള്ള ഒരുപാട് തലയ്ക്കുമീതേ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ് കളിക്കാൻ എവിടെ സമയം? അതിൻ്റെ അർത്ഥം ദെയർ മൈൻഡ് ഈസ് നോട്ട് ദാറ്റ് ഓഫ് എ ട്രൂ സ്കോളർ. മാലിന്യം കിടക്കുന്നു, ഈ പക്ഷഭേദങ്ങളുടെ മാലിന്യം കിടക്കുന്നു, ഈഗോയുടെ മാലിന്യം കിടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് കുഞ്ഞമ്പിള്ള സാറിൻ്റെ ചിരിയുടെ നിഷ്കളങ്കതയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അൺബയാസ്ഡ് അറിവാണ് പ്രധാനം. ഇതിങ്ങനെ ആർജിക്കുക, അതാണ് എൻ്റെ ജീവിത നിയോഗം. അതിനകത്തു നിന്നാണ് അദ്ദേഹത്തിന് ആ ഒരു പ്ലഷർ ഉണ്ടാകുന്നത്. എൻ്റെ ജീവിതം സാർത്ഥകമായി തീരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ ലെക്സിക്കൻ തന്നെ അത് പറഞ്ഞല്ലോ. ലെക്സിക്കൻ ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർന്നിട്ടില്ല. ഉണ്ട്, തീർന്നിട്ടില്ല. അതുണ്ട്. ഇനിയും ബാക്കി എഡിഷൻ വരാനുണ്ട്. ചില വോളിയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡയറക്ടർ ഇല്ലെന്നുണ്ടോ? ഉണ്ടോ? ഓ, സിദ്ദിഖ. അത് പോകട്ടെ. ഇപ്പോൾ അല്ല, പിന്നെ അതിനെന്താ കുഴപ്പം അറിയാം? ശാരിക പൈതലേ ചാരുശീലേ വരി ആരോപലേ കഥാശേഷവും ചൊല്ലുക. അത് തന്നെ ശാരിക അതാ ഞാൻ കണ്ടുപിടിച്ചതാണ്, ഞാൻ എഴുതിയതല്ല. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നിന്ന് ഞാനിങ്ങനെ പല വരികൾ നോക്കിയപ്പോൾ ചിലതൊന്നും അങ്ങോട്ട് ചേരുന്നില്ല. പിന്നെ രാമായണത്തിൻ്റെ സത്യമൊന്നും അതിനകത്ത് പറയേണ്ട കാര്യമില്ലേ, ശാരിക പൈതലാണല്ലോ. ശാരിക പൈതലേ ചാരുശീലേ വരി ആരോമലേ കഥാശേഷവും ചൊല്ലുക. കാരണം എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയെന്നുള്ളൊരു ജീവിതത്തിൻ്റെ അവസാനം എത്തിയെന്ന് അർത്ഥമില്ല. കഥാശേഷം ഉണ്ട് എന്ന് സൂചന വേണം. അത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം 19 വയസ്സായിട്ടാണ് അവാർഡ് കൊടുക്കും പലപ്പോഴും. എല്ലാം തീർന്നു എന്ന് പറയാൻ പാടില്ല. കഥാശേഷമുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി വേണം നടക്കാൻ. ഞാനിതൊക്കെ ആലോചിച്ചിട്ടാണ് ആ വരി കണ്ടുപിടിച്ചു കൊടുത്തത്. എനിവേ, അപ്പോൾ ഞാനീ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വൈജ്ഞാനിക മേഖലയിൽ മറ്റൊരു ശൂരനാട് കുഞ്ഞമ്പിള്ള ഉണ്ടാകാത്തത് എന്നാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് തിരുവനന്തപുരം തന്നെ നമുക്കറിയാം. തിരുവനന്തപുരം പണ്ട് ഇംഗ്ലീഷിനെ പറ്റി, ലണ്ടനെ പറ്റിയൊക്കെ, ബ്രിട്ടനെ പറ്റിയൊക്കെ, വിക്ടോറിയൻ കാലഘട്ടത്തെ പറ്റി പറയുമ്പം എന്താണ്, ഇംഗ്ലണ്ട് വാസ് എ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്ന് എവിടെ വായിച്ച് ഞാൻ ഓർക്കുന്നു. അത്രമാത്രം കവികളും എഴുത്തുകാരും പണ്ഡിതന്മാരുമുള്ള. അതേപോലെ തിരുവനന്തപുരത്തിന് അത്തരത്തിലൊരു പൈതൃകമുണ്ടായിരുന്നു. സാർ ഈ പറഞ്ഞതുപോലെ കൃഷ്ണപിള്ള സാറ്, പിന്നെ
അന്ന് ഭാസ്കരൻ നായർ സാറ്, അങ്ങനെ ഒരുപാട് പേരിവിടെ, എത്ര മഹാപ്രതിഭകൾ ഈ ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞമ്പിള്ള സാറ് ഉള്ള സമയത്ത് അദ്ദേഹത്തിനേക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ ഒരുപാട് പേര്, പിന്നെ കുഞ്ഞനായർ സാറ്. ഇപ്പം നമ്മൾ പിന്നെ അവരൊക്കെ അന്ന് ഈ കോളേജുകളിൽ സ്കൂളിലൊക്കെ പ്രസംഗിക്കാൻ വിളിച്ചാലും പോകും കേട്ടോ. ഇപ്പോൾ സാറ് ഈ സാറും ഞാനും അല്ലാതെ ഇപ്പോൾ ആരും എങ്ങും പോവില്ല, മനസ്സിലായില്ലേ? വിളിക്കുകയുമില്ല കേട്ടോ, അങ്ങനെയുണ്ട്. പലരും വിളിക്കുന്നുമില്ല. ചിലർ വിളിക്കുന്നത് എന്തോ ഒരു വലിയ ശല്യം പോലെ കരുതുന്നവരാണ് പലരും. നമുക്ക് ഈ സമയത്ത് വേറെ എന്തെല്ലാം ചെയ്യാം. സാറ് ഏതിനും വിളിച്ചാലും പോകും, മിക്കവാറും പരിചയക്കാരുള്ളത് കൊണ്ടാണ്. പിന്നെ ഗോപകുമാറും സാറും പോകും. കുറച്ച് പേരെ വിളിക്കുന്നുള്ളൂ. പ്രസാദിന് ഇനിയിപ്പോൾ വടക്കായതുകൊണ്ട് വിളി ഇഷ്ടം പോലെ വരും. തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ പര്യടനം നടത്തേണ്ടി വരും. ഞാൻ അവിടെ മലബാർ കുറച്ചും കൂടെ ഇതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ സ്ഥിതപ്രജ്ഞത ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് അന്വേഷണത്തിൽ ചില മാലിന്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ബയസ്ഡായിട്ട് ചിന്തിക്കുന്നു, രണ്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല, സന്തുലിതമായിട്ടുള്ള സമീപനങ്ങളില്ല. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ PhD സ്കോളേഴ്സ് എന്ന് വിളിക്കുന്നതിനകത്തുള്ളൊരു അർത്ഥഭംഗമുണ്ട്. ട്രൂ സ്കോളർഷിപ്പ് അവിടെ എങ്ങുമല്ല. അതിനകത്ത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. UGCയും യൂണിവേഴ്സിറ്റികളും കൂടി ചേർന്ന് എങ്ങനെ PhD പ്രബന്ധങ്ങൾ വൈജ്ഞാനികമായി പ്രാധാന്യമുള്ള പ്രബന്ധങ്ങൾ അല്ലാതായി തീർക്കാമെന്നുള്ളതിൽ അവർ ഗവേഷണം ചെയ്തിരിക്കുകയാണ്. കാരണം 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറെയും ഗൈഡാക്കി സ്വീകരിച്ചുകൂടാ. പ്രൊഫസർ ഒരുമാതിരി പരുവമായി വരുന്നത് 60 വയസ്സിലാണ് കേട്ടോ. 60 വയസ്സ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം 60 വയസ്സ് കഴിഞ്ഞ് അയാൾ പ്രത്യേകിച്ചൊരു സ്ഥാപനവുമായിട്ട് അറ്റാച്ച്ഡ് അല്ല എങ്കിൽ അദ്ദേഹത്തിന് ഏത് തരത്തിലും ഗൈഡൻസ് കൊടുക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും സാധിക്കുമല്ലോ, പേടിപ്പെടുത്താൻ സാധിക്കുകയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ദ സ്റ്റേറ്റ് കനോട്ട് ഇൻറ്റിമിഡേറ്റ്. കാരണം അയാളൊരു സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. സ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം. എന്തിനീ PhD ഇങ്ങനെ എഴുതി? ഇവിടെ ജാനകി എന്ന് പേര് വന്നാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത കാലമാണ്, മനസ്സിലായില്ലേ? വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജാനകി എന്ന് പേരിട്ടു. വീണ്ടും ആണുങ്ങൾക്കൊന്നും ഇനി പേരിടാൻ പറ്റില്ല. കാരണം എന്തിന് ശിവനും അല്ല രാമനും കൃഷ്ണനും ശിവനും ഒക്കെ അല്ലാതെ വേറെ ഇവിടെ പേര് വല്ലതുണ്ടോ? പേരില്ല. അതുപോട്ടെ. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ ഗൈഡാവാൻ പാടില്ല. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ നാഷണൽ റിസർച്ച് ഫണ്ടല്ല, വേറെ എന്തൊരു പേരുണ്ട്, ഫെഡറേഷൻ ഓഫ് ട്രസ്റ്റ്. നാഷണൽ റിസർച്ച് എന്ത് വിഷയത്തിൽ ഗവേഷണം ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ച് നമ്മളോട് പറയും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനേക്കാളും വലിയ മഹത്തായിട്ട് ഗവേഷണ പാരമ്പര്യമൊക്കെ ഉള്ള രാജ്യങ്ങളിൽ ഗവേഷണമേ വേണ്ട എന്നും ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്നൊക്കെ പറയുന്ന ട്രംപന്മാരുള്ള ലോകമാണ്. എനിക്ക് തോന്നുന്നു എന്തോ ഈ ഗ്രഹങ്ങൾ ഭൂമിക്ക് മുകളിലൂടെ പോവുകയാണ്, കലിയോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾ എടുക്കാൻ പാടില്ല. ഞാൻ പറയുന്ന ഗവേഷണം ചെയ്തില്ലെങ്കിൽ ഫണ്ട് ഞാനിപ്പോൾ വെട്ടിക്കുറയ്ക്കും. കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ ഉള്ളത് വെറും മിത്താണ്, അത് പറയാൻ പാടില്ല. ട്രംപ് പറയുന്നതാണിത്. കാലാവസ്ഥ വ്യതിയാനം എന്ന് കുറേ കള്ളന്മാർ പറഞ്ഞു നടക്കാൻ ഇവിടെ ഒരു കുഴപ്പമില്ല, അടിച്ചു പൊളിച്ച് ജീവിച്ചോ, മനസ്സിലായില്ലേ? ഇതാണ് ഗവേഷണം. ഇത്തരത്തിലുള്ള കൺട്രോൾഡ് ഗവേഷണം. മരുന്ന് കമ്പനികൾക്ക് വേണ്ട ഗവേഷണങ്ങൾ പിന്നെ ബയോടെക്നോളജിക്കാരൊക്കെ നടത്തിക്കോണം. വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഗവേഷണം ഒട്ടും മോശമല്ല. ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ട്രസ്റ്റ് എന്ന് പറയുന്നതിനെന്ന് പറഞ്ഞാൽ ടാക്സ് എക്സംഷന് വേണ്ടിയിട്ടും ഈ മരുന്ന് കമ്പനികൾ പറയുന്ന ഗവേഷണം നടത്തി കൊടുക്കാനുണ്ട്. ഡോക്ടർ അത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് ഈ പല സ്വകാര്യ മെഡിക്കൽ കോളേജ് എല്ലാം ട്രസ്റ്റാണ്, കണ്ടിട്ടില്ലേ? എല്ലാം ട്രസ്റ്റാണ്. എന്തിനാണെന്ന് വെച്ചാൽ ടാക്സ് എക്സംഷനാണ്. സർവീസ് ചെയ്യുന്നതെന്ന് വരുത്താനും മരുന്ന് കമ്പനിയുടെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ട് എപ്പിഡമോളജിക്കലായിട്ടുള്ള ഈ ചില ഗവേഷണമൊക്കെ നടത്തി കൊടുക്കും. അപ്പോൾ ഈ അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റി ഇല്ലാത്ത ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സത്യാനന്തര കാലമാണിത്. ഇതെത്ര കാലം നിലനിൽക്കും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാർമേഘം, ഇങ്ങനെ ഒരു വൈജ്ഞാനികമായ ഒരു കാർമേഘത്തിൻ്റെ അടിയിൽ പെട്ടുപോയിരിക്കുന്ന ഈ സമയത്ത് കുഞ്ഞമ്പിള്ള സാറിനെ പോലെ ഒരു ക്വിൻറ്റസെൻഷ്യൽ സ്കോളർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല പ്രബന്ധത്തിന് പൈസ അവാർഡ് കൊടുക്കുന്നുണ്ടൊക്കെ പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സുകളെ മലിനമാകാതെ സൂക്ഷിക്കുകയും എവിടെ സ്വച്ഛന്തമായിട്ടുള്ള ഗവേഷണവും അന്വേഷണവും നടക്കുന്നുവോ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മാനസികമായ സജ്ജീകരണം ഉണ്ടാവുകയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് പല ഘടകങ്ങളുണ്ട്, രാഷ്ട്രീയം മാത്രമല്ല. ടെക്നോളജി വലിയൊരളവിൽ നമ്മുടെ ഒരു അന്വേഷണ തൽപരതയെ, അന്വേഷണശീലങ്ങളെ
ഈ ചാറ്റ് GPT-യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ നമ്മുടെ ഒരു അന്വേഷണ തൽപരതയെ കുറേയൊക്കെ മാറ്റിയിട്ടണമെന്ന് മോശമാണെന്ന് പോലും ഞാൻ പറയുന്നില്ല. കാരണം ഈ ചാറ്റ് GPT എന്താണ് തരുന്നത്? നമ്മൾ 15 ലൈബ്രറി കയറി അനേകം ബുക്കുകൾ തപ്പിപ്പിടിച്ച് 1-2 മാസം കൊണ്ട് നോട്ടെടുക്കുന്ന കാര്യങ്ങളല്ല ഈ ചാറ്റ് GPT ഇതിനകത്ത് ഡിജിറ്റൽ വേൾഡിൽ സാധനം ഉണ്ടെങ്കിൽ അവർ ഏതാനും മിനിറ്റുകൾ കൊണ്ട് സംഘടിപ്പിച്ച് തരും. പക്ഷേ വെരിഫൈ ചെയ്തോണം. ചിലപ്പോൾ എല്ലാം പറയും. ഞാൻ ഹൂ ഈസ് എം കൃഷ്ണൻ നായർ ചോദിച്ചു ചുമ്മാ ചാറ്റ് GPT-യെ പരീക്ഷിക്കാൻ. അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഒരു മലയാളത്തിൽ ലിറ്റററി ക്രിട്ടിക്കാണ്, പിന്നെ അദ്ദേഹം ഒരു 150 സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. വസ്തുതാപരമായി ശരിയാണ്, ഹൂ ഈസ് എം കൃഷ്ണൻ നായർ. പക്ഷേ ഇത് രണ്ടും ഒരാളല്ല എന്ന് പറയാനുള്ള വിവേകം ഇല്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, നാച്ചുറൽ ഇൻ്റലിജൻസ് അല്ല. അത് നാച്ചുറൽ ഇൻ്റലിജൻസിനെ സാധിക്കും. ഇതാണ് ടിപ്പിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പോൾ കുട്ടികൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ പ്രോജക്റ്റ് എഴുതാൻ പറയുമ്പോൾ അവൻ ചാറ്റ് GPT കയറും. മലയാളികളാണിത് കണ്ടുപിടിച്ചത്. അപ്പം ചാറ്റ് GPT-യോട് പറയണം അത് ഇയാൾ എഴുതിയിട്ടുള്ള തെറ്റ് കലർന്ന ഇംഗ്ലീഷിൻ്റെ ഒരു പാസേജ് ഒന്ന് അപ്ലോഡ് ചെയ്യണം. ഇതാണ് എൻ്റെ ഒരു ശൈലി. ഇതനുസരിച്ചിട്ടുള്ള തെറ്റുകളോടുകൂടി നീ ഇത് എഴുതി തരണം, ഇല്ലെങ്കിൽ സാറ് പിടിക്കും. അപ്പോൾ ഓക്കെ താങ്ക് യു, ഐ വിൽ ഡു ഇറ്റ്. ചാറ്റ് GPT അപ്പം തന്നെ ഈ കുത്തുകാമയൊക്കെ മാറ്റി എസ് ചേർക്കേണ്ടത് ചേർക്കും, ചേർക്കാതെയൊക്കെ ഇത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടി അടിച്ചു തരും. അപ്പോൾ ഇത് ഒരു സോഫ്റ്റ്വെയറിനും പിടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്ലേജറിസം സോഫ്റ്റ്വെയറിനൊന്നും ഇത് പിടിക്കാൻ പറ്റില്ല. ഇത് മലയാളിയുടെ മാത്രം ബുദ്ധിയാണ്. വെളിയിൽ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ തെറ്റുകൾ ഇതൊക്കെയാണ്, ഇതനുസരിച്ചിട്ടുള്ള തെറ്റുകളോട് കൂടി എഴുതി തരും എന്ന് പറയുന്ന. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലോകത്ത് കുഞ്ഞമ്പിള്ള സാറിനെ പോലെ ഇതിൻ്റെ പിന്നാലെ പോയി ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാകുമോ? ടെക്നോളജി ഹാസ് മെയ്ഡ് അസ് ലേസി, ഇൻ്റലക്ച്വലി ലേസിയാക്കി കളഞ്ഞു. പിന്നെ PhD-യുടെ ഈ പറഞ്ഞ പോലെ UGC-യുടെ ചില നിർബന്ധങ്ങളും യൂണിവേഴ്സിറ്റികളുടെ ചില തമാശകളും കൂടി ആയപ്പോൾ എങ്ങനെയെങ്കിലും ഒരു PhD എടുക്കാൻ വിഷമമൊന്നുമില്ല എന്നുള്ള സ്ഥിതിയായി. ഇനിയിപ്പോൾ പൈസ കൊടുത്താൽ കിട്ടുന്നുള്ള ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി. കാരണം അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റികൾ ഇല്ലാതാവാൻ പോവാണ്. 2030 35 ദർ ഷാൽ ബി നോ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി എന്നാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താവും? പിന്നെ ആര് PhD അല്ല ഡിഗ്രി ആര് കൊടുക്കും? ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. അവർക്ക് ഓട്ടോണമി ഉണ്ട്, അവർക്ക് കൊടുക്കാം. ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റികളുടെ നിയന്ത്രണം ഉണ്ടായിട്ട് പോലും 19 ലക്ഷം രൂപയ്ക്ക് PhD-യും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു കാലത്ത് ഇത് അവർക്ക് തന്നെ കൊടുത്താൽ മിക്കവാറും ബോർഡ് വയ്ക്കും അവിടെ. PhD ഉഴുതുവട 10 രൂപ എന്നൊക്കെ എഴുതിയിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ B.Ed ഇത്ര രൂപ, PhD ഇത്ര രൂപ ഒക്കെ എഴുതി വയ്ക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുവദിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ വേർ ഈസ് ദ ഇൻ്റലക്ച്വൽ റിഗർ ദാറ്റ് വി ആർ മിസ്സിങ്? നമ്മളെ ഈ മോഹിച്ച ആ ഇൻ്റലക്ച്വൽ റിഗർ എവിടെ? ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമ്മളിതിനെ പിടിച്ചു നിർത്തും? ഇതിന് ബദൽ മാതൃകകൾ കൊണ്ടില്ലെന്നല്ല, നമ്മുടെ സമൂഹത്തിൽ ഈ ബദൽ മാതൃകകളല്ല, ഈ ഡൈല്യൂഷൻ കൊണ്ട് ഈ വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിൽ നമുക്ക് വേണ്ടത്ര മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നമ്മളിത് നിൽക്കുന്നത്. അമേരിക്കൻ സർവകലാശാലകളോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡോ തുടങ്ങിയിടത്തൊക്കെ നടക്കുന്ന ഗവേഷണം നമ്മളുടെ ഗവേഷണം പോലെയല്ല. അവിടെ എന്തുകൊണ്ടാണ്? അതാ ഒരൊറ്റ പോയിൻ്റാണ് എനിക്ക് പറയാനുള്ളത്. ട്രൂ സ്കോളർഷിപ്പ് വിൽ സർവൈവ് ഓൺലി ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ടോട്ടൽ ഫ്രീഡം. അനിയന്ത്രിതം തന്നെ വിചാരിക്കാവുന്ന ഇൻ്റലക്ച്വൽ ഫ്രീഡം, സ്വാതന്ത്ര്യമുള്ളിടത്ത് മാത്രമേ യഥാർത്ഥത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഡോക്ടർ പറഞ്ഞല്ലോ, പനമ്പള്ളി ഗോവിന്ദമേനോൻ അദ്ദേഹത്തെ ലെക്സിക്കലിൽ വിടുമ്പോൾ എന്താ പറഞ്ഞത്? യു വിൽ ഹാവ് ടോട്ടൽ ഫ്രീഡം. ഇവിടെ ഒന്നും അറ്റാച്ച്ഡ് അല്ല, യു ഡു ഇറ്റ്. അതാണ് ഒരു നേതാവിൻ്റെ ശൈലി. യു ഡു ഇറ്റ് ആൻഡ് യു ഹാവ് ദ ഫ്രീഡം. ആ ഫ്രീഡത്തിൽ നിന്നാണ് അദ്ദേഹം ലെക്സിക്കന് ജന്മം കൊടുത്തതും അതിൻ്റെ ക്വാളിറ്റിയോടുകൂടി അദ്ദേഹം ഉദ്ദേശിച്ച റിഗറോടുകൂടി അത് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അവിടെ ഒരുത്തനെ കൊണ്ട് തടയിടാൻ കുഞ്ഞമ്പിള്ള എവിടെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചോണം, ഞാൻ എൻ്റെ ഒരാളെ കൂടെ അവിടെ വച്ചിട്ടുണ്ട്, അങ്ങേരെ ഒന്ന് വാച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തെ ഹനിച്ചിരുന്നെങ്കിലും അങ്ങനെയാണല്ലോ ഇപ്പോൾ പലപ്പോഴും ചെയ്യുന്നത്. നമ്മളൊരു ജോലി തന്നാൽ നമ്മളെ വാച്ച് ചെയ്യാൻ വേറൊരുത്തനെ കൂടെ വയ്ക്കും. അപ്പോൾ പിന്നെ നമ്മളിവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ജോലിയില്ല. കാരണം നമുക്കറിയാം അവനെ വാച്ചിരിക്കണം, നമ്മളെ വാച്ച് ചെയ്യാനാണല്ലോ. അപ്പോൾ അവനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ എൻ്റെ ജോലി. പണ്ട് ഞാൻ പണ്ട് ഹോം സെക്രട്ടറി ആകുമ്പോൾ അവിടെ ഇടുന്ന പോലീസുകാരൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹോം സെക്രട്ടറി ആകുമ്പോൾ ഒരു പോലീസ് ഓഫീസർ നമുക്ക് തരും ഓഫീസിൽ. അത് പോലീസ് ഓഫീസേഴ്സ് വന്നാലോ DGP വന്നാലോ ഒക്കെ ഒരു ഫെസിലിറ്റേഷൻ ഉണ്ട്. സാറ് വരുന്നൊന്നും വിളിച്ച് കയറ്റാനും അയാളെ ഇരുത്താതിരിക്കാനും ഒക്കെ ആയിട്ടാണ്, ഒരു ഫെസിലിറ്റേഷനാണ്. അപ്പോൾ ഇയാളുടെ ജോലി 2 ജോലിയാണ്. ഒന്ന്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫയലുകൾ, അവർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഫയലുകൾ സാറ് വെച്ച് താമസിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനായി നമ്മുടെ മുമ്പിലിരിക്കുന്ന ഫയലുകളുടെ ഏറ്റവും മുകളിലും മുമ്പിലും എടുത്തു വയ്ക്കും.
മനസ്സിലായി. അപ്പോൾ നമ്മൾ വന്നിട്ട് അത് ഒപ്പിട്ട് കൊടുക്കുക. ഞാൻ ഈ തലേദിവസം വെച്ചിട്ട് പോകുന്ന ഫയൽ അന്ന് ഫോട്ടോയൊന്നും ഇല്ല, ക്യാമറയൊന്നും ഇല്ലെങ്കിലും ഞാൻ മനസ്സിൽ വരും ഇതാണ് ഫയൽ വെച്ചിട്ട് പോയത്. തിരിച്ച് വരുമ്പോൾ ഈ ഫയലല്ല, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഏത് ഫയൽ എപ്പോൾ നോക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇയാൾ ഇവിടെ വന്നിട്ട് വേല ചെയ്യരുത് കേട്ടോ, എനിക്കറിയാം ഇയാൾ വന്നിട്ട് മാറ്റിയെന്നുള്ളത്. ഞാനിത് 2 ദിവസമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മളെ വാച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നതിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി. പിന്നെ ഞങ്ങൾക്ക് ഒരു ജോലി ഇവിടെ ഉണ്ട്, ഹോം സെക്രട്ടറി എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് റിപ്പോർട്ട് ഡെയിലി DGPക്ക് കൊടുക്കും. അങ്ങനെയുണ്ട് കേട്ടോ. ഞാൻ പുതിയ ഹോം സെക്രട്ടറിമാരെ അത് സൂക്ഷിച്ച് വേണം വണ്ടി എടുത്തുകൊണ്ടെങ്കിലും പോകാൻ കേട്ടോ. എവിടെ പോകുന്നൊക്കെ അവിടെ അറിയും. ഹോം സെക്രട്ടറി ഈസ് ഓൾവേസ് അണ്ടർ വാച്ച്. അത് നമ്മൾ അണ്ടർ വാച്ചാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ വാച്ച് ചെയ്യാൻ, അത് ചുമ്മാ അവിടെ ഇരിക്കുകയുള്ളൂ, ഒന്നും കിട്ടത്തില്ല. മനസ്സിലായി എന്ന് പറയുന്നത് പോലെ ടോട്ടൽ ഫ്രീഡത്തിൽ മാത്രമേ, അല്ല ഇത്തരത്തിലുള്ള കൺസ്ട്രെയിൻറ്റിനുള്ളിൽ ഒരു ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് നടക്കുകയില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം എന്നൊക്കെ ആശാൻ പറഞ്ഞത് ചുമ്മയാണോ? പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അപ്പോൾ അതുകൊണ്ടാണ് മൃതിയേക്കാൾ ഭയാനകമായിട്ടുള്ള റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നമുക്കിവിടെ ഗവേഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം ഉണ്ടാവുക ഒരു ഭാഗത്ത്, 2 ഈ ടെക്നോളജിയുടെ അതിപ്രസരത്തിൽ നിന്ന് നമ്മളൊരു മോചനം നേടുക. ഇപ്പോൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഹാർവേഡിലും ഒക്കെ MITയിലും ഒക്കെ നടക്കുന്ന ഗവേഷണങ്ങൾക്ക് ഈ ദോഷമൊന്നും നമുക്ക് പറയാനില്ല. എന്തുകൊണ്ടാണ്? ആ യൂണിവേഴ്സിറ്റികൾക്ക് ടോട്ടൽ ഫ്രീഡമുണ്ട്. ഇന്നിപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫ്രീഡത്തെ ഹനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. എവിടെയാണോ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് അവിടെ നമുക്ക്, അങ്ങനെയാണ് യൂണിവേഴ്സിറ്റികളൊന്നും ഗവൺമെൻറ്റുകൾ നേരിട്ട് ഭരിക്കരുത് എന്നൊരു ചിന്ത വന്നത്. എന്തുകൊണ്ടാണ്? പാർട്ടികൾ മാറി മാറി വരും, അതല്ല അവിടെ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഇൻ്റലക്ച്വൽ ഫ്രീഡം ആയിരിക്കണം അവിടെ എന്നുള്ളതിൻ്റെ ഏറ്റവും നമ്മുടെ സമീപകാല ചരിത്രത്തിലുള്ള ഏറ്റവും നല്ല ഉദാഹരണം കുഞ്ഞൻപിള്ള സാർ തന്നെയാണ്. ബിക്കോസ് ഹീ ഹാഡ് ദ ഫ്രീഡം. ആ ഫ്രീഡം അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടത്. പിന്നെ ആ ഒരു സ്വാതന്ത്ര്യം എവിടെയെല്ലാം ഹനിക്കപ്പെടുന്നുവോ അത് വീണ്ടെടുത്ത് കൊടുക്കുക. മലയാള യൂണിവേഴ്സിറ്റി ഇപ്പോൾ ശ്രീ പ്രസാദ് ഇരിക്കുന്നതുകൊണ്ട് ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ മലയാളത്തിലൂടെ, പിന്നെ ഇംഗ്ലീഷൊന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അത് പോട്ടെ. എന്തിനാണ് ഈ മലയാള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതെന്നുള്ളത് പ്രസാദിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. പലർക്കും MA മലയാളം പഠിപ്പിക്കാനും കവിത പഠിപ്പിക്കാനുമാണ് യൂണിവേഴ്സിറ്റി എന്നൊരു ധാരണയുണ്ട്. വൈജ്ഞാനിക മേഖലയിലെ ഏത് വിഷയവും ഈ നമ്മുടെ ഭാഷയിൽ പഠിപ്പിക്കാം എന്ന് ഈ ലോകത്തിനോട് അറിയിക്കലാണ് യൂണിവേഴ്സിറ്റിയുടെ ജോലി. അതുകൊണ്ടാണ് അവിടെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുള്ളത്. അവിടെയൊക്കെ തന്നെ നമ്മൾ കുഞ്ഞൻപിള്ള സാറിനെ ഓർത്തുകൊണ്ടിരിക്കണം. കാരണം സാറാണ് ഈ ഒരു പാത മലയാള ഭാഷയിലൂടെ ഒരുപാട് കാര്യങ്ങൾ എഴുതാനും അറിയാനും എല്ലാം ഈ ഭാഷയ്ക്ക് സാധിക്കുമെന്ന് നമ്മളോട് ഇത്ര സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞ ഒരു മഹാനുഭാവൻ്റെ ഓർമ്മയാണ് ഇവിടെ നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ വൈജ്ഞാനിക മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യ ന്യൂനീകരണത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ശക്തിയായ ഒരു കൗണ്ടർ വെയിലിംഗ് ഫോഴ്സായിട്ട് സാറിൻ്റെ ഓർമ്മയെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ട്രസ്റ്റിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സമൂഹത്തിൽ സാറിനെക്കുറിച്ച് കൂടുതൽ അറിവ് ഉണ്ടാക്കി കൊടുക്കുകയും അത്തരത്തിലുള്ള മാതൃകകളെ നമ്മൾ വാഴ്ത്തുകയും ചെയ്യുക വഴി നമുക്ക് അനിവാര്യമായി നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശോഷണത്തിൻ്റെ ഒരു പ്രതിരോധമായി സാറിനെ ഉയർത്തിക്കാട്ടാൻ നമുക്ക് സാധിക്കണം. ആ മഹാനുഭാവൻ്റെ മുന്നിൽ നിഷ്കളങ്കമായ ചിരിയോടുകൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിജ്ഞാനത്തിൻ്റെ മഹാമേരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ ഒരു വലിയ സമ്മേളനത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കുറച്ചു നേരം നിൽക്കാനും എല്ലാം എന്നെ അനുവദിച്ചതിന് ഈ കുടുംബാംഗങ്ങളോട് എൻ്റെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.